എങ്ങനെയാണ് ഒരു സ്പിരിച്വൽ ജേണി ആരംഭിക്കുക, അല്ലെങ്കിൽ ആത്മീയ പാത എങ്ങനെ തുടങ്ങാം? ആത്മീയനാകാൻ തുടങ്ങണമെങ്കിൽ ഹൃദയത്തിലേക്ക് നോക്കാൻ തുടങ്ങുക എന്ന് ഞാൻ പറയും. അല്ലെങ്കിൽ മതത്തിൻ്റെയും ആത്മീയതയുടെയും ഉദാഹരണങ്ങൾ നോക്കരുത്, അവ പരസ്പരം വളരെ വ്യത്യസ്തമാണ്. ആത്മീയത അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റി നിങ്ങളുടെ ആന്തരിക ബോധമാണെങ്കിൽ മതം നിങ്ങളുടെ ബാഹ്യ സ്വഭാവമാണ്. സത്യം എന്താണെന്നാൽ ചിന്തിക്കാൻ തുടങ്ങുമ്പോഴാണ് നമ്മൾ സ്പിരിച്വലാണെന്ന് ആരംഭിക്കുന്നത്. അഥവാ നമ്മുടെ ലൈഫ് എന്താണെന്നത് എങ്ങനെ എനിക്ക് കണ്ടെത്താനാവും, അല്ലെങ്കിൽ ഞാൻ അതിൽ യോജിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾ ഉടനെ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടതില്ല. അഥവാ എന്നാൽ സത്യം എന്താണെന്ന് നിങ്ങൾ ആഴത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ ക്രമേണ അവർ ഒരു പ്രപഞ്ചബോധമായിരിക്കുന്നതിൻ്റെ അനിവാര്യതയിലേക്കും നിങ്ങളെ നയിക്കുമെന്ന് നിങ്ങൾ കണ്ടെത്താനാവും. അത് സത്യമാണ്. അല്ലെങ്കിൽ അതിൽ നാം എല്ലാവരും ഉൾപ്പെടുന്നു. നമ്മുടെ ഹൃദയത്തെ ഉയർത്തുന്ന ഏതൊരു കാര്യത്തിൽ നിന്നാണോ അത് ആരംഭിക്കുന്നത്, അല്ലെങ്കിൽ ഉയർന്ന ബോധത്തിലേക്ക് അതിനെ മുകളിലേക്കും തിരിക്കുക. അഥവാ നമ്മളെ തന്നെ നോക്കിയാൽ നമ്മുടെ ഊർജത്തെ താഴേക്കു നയിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. വെറുപ്പ്, കോപം, അസൂയ, അത്യാഗ്രഹം, മോഹം എന്നിവ പോലെ ഇവ മനസ്സിനെ താഴേക്ക് വലിക്കുന്നു. മറ്റുള്ളവരെ സേവിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, ഉയർന്ന ആദർശങ്ങളെക്കുറിച്ചോ സൗന്ദര്യത്തെക്കുറിച്ചോ ചിന്തിക്കുമ്പോൾ നമ്മുടെ ബോധം മുകളിലേക്ക് പോകുന്നു. അഥവാ നമ്മുടെ ഊർജം മുകളിലേക്ക് നീങ്ങുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ സന്തോഷവും കൂടുതൽ സ്വാതന്ത്ര്യവും കൂടുതൽ സംതൃപ്തിയും അനുഭവപ്പെടുന്നു. ഇതെല്ലാം ആത്മീയതയുടെ ഒരു ദിശയാണ്. പ്രത്യേകിച്ച് ആളുകൾ ഒരു യോഗിയുടെ ആത്മകഥ വായിക്കണമെന്ന് ഞാൻ ശുപാർശ ചെയ്യുന്നു. കാരണം ആ പുസ്തകമാണ് എന്നും യോഗാനന്ദയിലേക്കും ആത്മീയതയിലേക്കും ഗുരുവിലേക്കും എത്തിക്കുന്നത്. ഒരു ആത്മീയ പുസ്തകം വായിക്കുമ്പോൾ ഇന്ത്യൻ പഠിപ്പിക്കലെക്കുറിച്ച് ഒന്നും അറിയില്ല. ഒരു മതത്തിൽ ജനിക്കുന്നത് ഒരു അനുഗ്രഹമാണ്, പക്ഷെ അതിൽ മരിക്കുന്നത് ഒരു നിർഭാഗ്യമാണ്. നിങ്ങൾ ഒരു മതത്തിലാണെങ്കിൽ നിങ്ങൾ ഒരു ക്രിസ്ത്യാനിയോ മുസ്ലിമോ ഹിന്ദുവോ ബുദ്ധമതനോ ആയിരിക്കാം എന്ന് ഞാൻ കരുതുന്നു. പക്ഷേ നിങ്ങൾ മറ്റുള്ളവരിൽ നിന്നും സ്വയം വേർപെടുത്തുകയാണ്. ഒരു മതത്തിൽ ജനിക്കുന്നത് നല്ലതാണ്, കാരണം അതിനർത്ഥം നിങ്ങൾക്ക് ദൈവവുമായി ബന്ധപ്പെട്ട ഒരു പരിശീലനമോ വളർത്തലോ ലഭിക്കുന്നു എന്നതാണ്. എന്നാൽ അതിൽ മരിക്കുക എന്നാൽ ഇത് ഒരു മതത്തിൻ്റെ ഇടുങ്ങിയ ചുവരുകൾക്കിടയിൽ ആയിരിക്കുക എന്നതാണ്. നിങ്ങൾ മതത്തിനപ്പുറം പോയി ആത്മീയതയിലേക്ക് കൈവരിക്കണം. അഥവാ ആത്മീയ ഗുരു ഒരു യഥാർത്ഥ ഗുരുവാണോ എന്നറിയാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനും ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ ചെയ്യാൻ കഴിയില്ല. അതിനാൽ ഒരാൾ നിങ്ങളെ പ്രചോദിപ്പിച്ചാൽ നിങ്ങൾ കൂടുതൽ ആഴത്തിൽ പ്രചോദിപ്പിക്കുന്ന ഒരാളെ കണ്ടെത്തുന്നത് വരെ അയാളെ പിന്തുടരുക. എന്നാൽ ഒരു സമയം വരുന്നു, ആ വ്യക്തി നിങ്ങളെ ദൈവത്തിലേക്ക് നയിക്കുമെന്നും നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം അവനുണ്ടെന്നും നിങ്ങൾ അറിയും. അതാണ് നിങ്ങളുടെ ഗുരു എന്ന് നമ്മൾ വിളിക്കുന്നത്. ഒരു ഗുരുവിൻ്റെ ധർമ്മം നിങ്ങളെ സഹായിക്കുക എന്നല്ല. അല്ലെങ്കിൽ ബൈബിളിൽ പറയുന്നതിനനുസരിച്ച് ഗുരുവിനെ സ്വീകരിച്ച അത്രയും പേർക്ക് അവൻ ദൈവമക്കളാകാനുള്ള ശക്തി നൽകി. അല്ലെങ്കിൽ യേശുവിനെ സ്വീകരിക്കുക എന്നതിനർത്ഥം ഒരു സ്നാപകനാവുക എന്നതോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമോ ആകുക എന്നതോ അല്ല. അതിനർത്ഥം നമ്മുടെ ബോധം നമ്മളിലേക്ക് സ്വീകരിക്കുക എന്നതാണ്. അല്ലെങ്കിൽ അഹങ്കാരത്തിൽ നിന്നും നാം സ്വയം മോചിതനാവണം. ഈ വേർതിരിയിൽ നിന്നും നാം മുക്തനാവണം.